കൃഷ്ണസുന്ദരിമാരായ എത്രയോ, കൃഷ്ണൻ ആരുടെ ആവശ്യമില്ല. പക്ഷേ മഹാലക്ഷ്മി പോലും ആ കൃഷ്ണൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടല്ലേ കിടക്കണത്. പിന്നെ ഏത് സ്ത്രീയാണ് ആ കൃഷ്ണൻ്റെ സൗന്ദര്യം കണ്ട മയങ്ങാണ്ടിരിക്കുക? അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയാൽ സപത്നി ദുഃഖം ഉണ്ടാവും, ഞങ്ങൾ വരുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ആ പണ്ട് പറന്നു പോയിട്ട് തിരിച്ചു വന്നു. എന്താ ഇനി ഞങ്ങളെ സമാധാനിപ്പിച്ച് അനുനയിക്കാൻ വേണ്ടി വന്നിരിക്കുക? വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഇനി കർത്തവർഗക്കാരുമായിട്ടുള്ള ബന്ധേ വേണ്ട. നീ നിൻ്റെ സ്വാമി ഒരുപോലെയാണ്. എന്താ ചെയ്യണേ? നീ ഓരോ പൂവിലും പോയിട്ട് ആ തേനുണ്ട് കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോവല്ലേ ചെയ്യണേ? നിസ്വം തജന്തി ഗണിക. വേശ്യാസ്ത്രീ പുരുഷൻ്റെ കയ്യിൽ നിന്ന് കാശൊക്കെ മേടിച്ച് കഴിഞ്ഞാലോ അവനെ പുറത്താക്കും അല്ലേ? അതുപോലെയാണ്. ഗുരുവിൻ്റെ അടുത്ത് പോയി വിദ്യയൊക്കെ പഠിച്ചു കഴിഞ്ഞാലോ വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിനെ ഉപേക്ഷിച്ച് പോയി. തനിക്ക് അഭയം തന്ന മൃഗങ്ങളൊക്കെ ആ കാടിന് തീ പിടിച്ചാലോ ആ കാടിന് ഉപേക്ഷിച്ച് പോയി. തനിക്ക് ധാരാളം പഴങ്ങൾ തന്ന ആ മരത്തെ, മാവിനെ, പഴം കഴിഞ്ഞാലോ പക്ഷികളും പറവുകളൊക്കെ ഉപേക്ഷിച്ച് പോയി അല്ലേ? അവനവൻ്റെ കാര്യം സാധിക്കണ വരെയുള്ളൂ ഈ സ്നേഹവും ചിരിയും കളിയൊക്കെ എന്ന് പറയവർ. അത് കഴിഞ്ഞാൽ സ്വാർത്ഥന്മാരാണ്, ലോകം ഉപേക്ഷിച്ച് പോകും. ഇതുപോലെയല്ലേ നിൻ്റെ സ്വാമി ചെയ്തത്? കപടവാക്കുകളിലൂടെ, സുന്ദരമായിട്ടതായ നടനത്തിലൂടെ, മനോഹരമായ അംഗചേഷ്ടകളിലൂടെ ഞങ്ങൾ കൃഷ്ണനെ വിശ്വസിച്ചു പോയി. ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അപഹരിച്ചു പോയവനല്ലേ അവൻ.